സൗത്ത് ഇന്ത്യയിലെ ഫേമസ് ഡിഷായ സാമ്പാർ പല രീതിയിൽ ഉണ്ടാക്കാം. അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ പെട്ടെന്ന് ഈ സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നു. അതിനായിട്ട് ആദ്യം പരിപ്പ് വേവിക്കണം. പരിപ്പ് വേവിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് പോട്ടാണ്. ഇൻസ്റ്റൻറ്റ് പോട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ പ്രഷർ കുക്കറാണ്. പക്ഷെ മറ്റു പല ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. സോട്ടിങ്, സ്റ്റീമിങ്, യോഗട്ട് മേക്കിംഗ് എന്നിവയൊക്കെ. ഇൻസ്റ്റൻറ്റ് പോട്ടിന് പകരം നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ അരക്കപ്പ് പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും ഒഴിക്കുന്നുണ്ട്. കൂടെ സബോള, പൊട്ടറ്റോ, ക്യാരറ്റ് ഇതെല്ലാം കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ മറ്റുള്ള പച്ചക്കറികളുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇത് ഇൻസ്റ്റൻറ്റ് പോട്ടിലോട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് നന്നായിട്ട് അടയ്ക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അടപ്പ് അടയ്ക്കുക. അതിനുശേഷം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ 4 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇത് വേകുന്ന സമയം മറ്റൊരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ചെറിയൊരു സബോള അരിഞ്ഞു ചേർക്കുന്നു. സബോളയ്ക്ക് പകരം ചുവന്നുള്ളി അരിഞ്ഞു ചേർത്താലും മതി. ഇതൊന്ന് റോസ്റ്റായി വരണം. റോസ്റ്റായി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലാക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് തരും. അതുപോലെ 1/4 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. നേരത്തെ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർക്കുന്നത്. 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി എല്ലാം നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 4 പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കുമ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. തക്കാളിയുടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം മിക്സ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇങ്ങനെ തക്കാളി ചേർത്താൽ സാമ്പാറിന് ഒരു സാധാരണ പുളിയാണ്. കൂടുതൽ പുളി താല്പര്യമെങ്കിൽ കുറച്ച് വാളൻ പുളി കൂടെ ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം ഇൻസ്റ്റൻറ്റ് പോട്ടിലെ കുക്കിംഗ് തീർന്നിട്ടുണ്ട്. അതും തുറന്ന് നോക്കുക. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയുടെ കാര്യം എന്തായെന്ന് നോക്കാം. അതും വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത പരിപ്പും പച്ചക്കറികളും കൂടെ ഇട്ട് ഇളക്കണം. കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിക്കണം. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാനായിട്ടാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് തിളപ്പിക്കുക. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി വിതറുക. ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാം ചേരുന്ന ഈ അടിപൊളി സാമ്പാർ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.